കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത കർത്തൃ കടാക്ഷം. കടാക്ഷം എന്ന് പറയുന്ന വാക്കിന് നോട്ടം എന്നർത്ഥം. എങ്കിൽ കർത്താവിൻ്റെ നോട്ടം. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ പ്രിയപ്പെട്ടവരുടെ ഒരു നിമിഷത്തെ നോട്ടം എൻ്റെ മേൽ വീഴണം, എൻ്റെ മേൽ വരണം, എന്നെ അവർ കാണണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഒരു വലിയ സദസ്സിൽ എവിടെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരിയ്ക്കുന്നത്, അവരുടെ നോട്ടം നമ്മുടെ മേൽ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നോക്കാറുണ്ട്. എങ്കിൽ ഇവിടെ ഒരു ബലഹീന മനുഷ്യന്റെ നോട്ടത്തിനു വേണ്ടിയുള്ള കൊതിയല്ല, കർത്താവിന്റെ നോട്ടത്തിനു വേണ്ടിയുള്ള കൊതി. സ്തോത്രം. ആരുടെ മേലാണ് കർത്താവിന്റെ നോട്ടം വീഴുന്നത്? അഥവാ കർത്താവിന്റെ നോട്ടം നമ്മുടെ മേൽ വീഴാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇതാണ് ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത. കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവചനം ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായം 2-ാം തിരുവചനത്തിന്റെ അവസാന ഭാഗം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. രണ്ട് കൂട്ടരെ കടാക്ഷിക്കുന്ന ഒരു ദൈവകൃപ. ആരാണ് രണ്ട് കൂട്ടർ? ഒന്ന്, അരിഷ്ടനും മനസ്സ് തകർന്നവനും. ദൈവമക്കളെ, അരിഷ്ടനെ, മനസ്സ് തകർന്നവനെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, കരുണാർദ്രമായ നോട്ടം അവനിലേക്ക് നൽകുന്ന ഒരു കർത്താവ്. ഒന്ന്. രണ്ട്, വചനത്തിൽ വിറയ്ക്കുന്നവൻ, അങ്ങനെയുള്ളവനെയും എൻ്റെ കർത്താവ് കടാക്ഷിക്കും. അങ്ങനെ രണ്ട് കൂട്ടരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് എന്ന് തിരുവചനം. നമ്മുടെ സമയ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ അത് ധ്യാനിക്കുകയാണ്. മനസ്സ് തകർന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടോ? അതിന് മറുപടി പറയാനുള്ള തിരുവചനം വേദപുസ്തകത്തിൽ ഏറെയുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ നാം എന്നും വായിക്കുന്ന 51-ാം സങ്കീർത്തനത്തിൽ 17-ാം തിരുവചനത്തിൽ മനസ്സ് തകർന്നവരെ എൻ്റെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു യാഗമായിട്ടാണ് തകർന്ന മനസ്സിനെ അവിടെ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ കൂടപ്പിറപ്പേ, നീ ആ തിരുവചനത്തെ ധ്യാനിക്കാൻ മറക്കരുത്. 51:17. വീണ്ടും 34-ാം സങ്കീർത്തനത്തിൽ, അതും നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ വായിക്കുന്ന സങ്കീർത്തനം, 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാം തിരുവചനത്തിൽ മനസ്സ് തകർന്നവരുടെ അടുത്ത് ഓടിയെത്തുന്ന കർത്തൃ സാന്നിധ്യം. കർത്താവ് മനസ്സ് തകർന്നവനോട് ചേർന്ന് നിൽക്കുന്നു, ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. കേൾക്കുന്നു? എൻ്റെയും നിന്റെയും ക്വാളിറ്റി മറ്റൊന്നും അല്ല കേട്ടോ. ഒരു തകർന്ന മനസ്സുണ്ട്. നമ്മളെ ലോകത്തിന് വേണ്ട, നമ്മെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട. കാരണം മനസ്സ് തകർന്നവരെ സ്നേഹിക്കാൻ ആരുമില്ല. ചിരിക്കുന്ന ചില മുഖങ്ങൾക്ക് പുറകിൽ വരുന്ന ചിലരുണ്ട്. പക്ഷെ മ്ലാനമായ മുഖത്തിന് പിന്നിൽ വരാൻ ആളില്ല സഹോദര, ആളില്ല. സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവ് നിന്നെ നോക്കി നടക്കുന്നു, അവന്റെ നോട്ടം നിന്റെ മേൽ തരുന്നു. എത്ര ഭാഗ്യകരമായ ചിന്ത അല്ലേ? എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കൂ, എൻ്റെ മനസ്സ് തകർന്നത് നോക്കി വരുന്ന, അതിനെ സ്നേഹിക്കുന്ന, അതിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർത്തൃ സാന്നിധ്യം എനിക്കുണ്ട്.
എൻ്റെ കർത്താവ് അപ്രകാരമാണ്. ഒന്ന്, അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ നോട്ടം, കരുണാർദ്രമായ നോട്ടം എൻ്റെ മേൽ വരുന്നത് ഒന്ന്, എൻ്റെ തകർന്ന മനസ്സിനാലാണ്. രണ്ട്, വചനത്തിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ, കർത്താവിന് സ്തോത്രം, വചനത്തിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ അവൻ കടാക്ഷിക്കും. വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പിശിത്ത ബൈബിൾ, ആ ബൈബിളിലെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: വചനത്തിൽ വിറയ്ക്കുന്നവരെ എൻ്റെ കർത്താവ് കടാക്ഷിച്ചു വസിക്കും. കടാക്ഷിക്കുക മാത്രമല്ല, കടാക്ഷിച്ച് നമ്മിൽ അവൻ വാസമുറപ്പിക്കും. ദൈവമക്കളെ, വചനത്തിൽ വിറയ്ക്കുക, അങ്ങനൊരു സംഭവം ഉണ്ടോ? POC ബൈബിളിന്റെ ട്രാൻസ്ലേഷനിൽ ആ വരി ഇങ്ങനെയാണ്: വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ ഈ വചനത്തിങ്കൽ വിറയ്ക്കുക എന്നതിനാൽ അർത്ഥമാക്കുന്നത് വചനം ശ്രവിക്കുമ്പോൾ ആത്മനിറവിൽ വിറയ്ക്കുന്നവൻ. മനസ്സിലായോ? വചനത്തിന്റെ കേൾവിയിൽ അത്രമാത്രം ഒരു ലയം വന്ന് ആ വചന കേൾവിയിൽ അവൻ വിറയ്ക്കുകയാണ്. അപ്രകാരം വചനത്തെ സ്നേഹിച്ച് വചനത്തിൽ ഉറയ്ക്കുന്നവനെ കാണുന്നൊരു കർത്താവുണ്ട്, നോക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ഈ വചനത്തിൽ വിറയ്ക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഞാൻ വായിക്കാം എൻ്റെ പുസ്തകത്തിൽ നിന്ന്. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 66 നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. 66 2-ാം തിരുവചനമല്ലേ വായിച്ചത്? 66-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തിലെ ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ, പ്ലൂരലാണ്, ബഹുവചനമാണ് പ്രയോഗം, ഒരാളല്ല. യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവീൻ. ഇതല്ലോ, നിങ്ങൾ അവന്റെ വചനങ്ങൾ കേൾക്കൂ. വചനം കേൾക്കും തോറും നിങ്ങൾ വചനത്തിൽ വിറയ്ക്കും. അപ്പോൾ വചനത്തിൽ വിറയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഞാനും നീയും വചനം കേൾക്കാൻ നമുക്ക് ഇഷ്ടംപോലെ അനുകൂല അനുഭവങ്ങളുണ്ട്, വഴികളുണ്ട്. പക്ഷെ വചനത്തിൽ ലയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുന്നു, അത് പിന്നീട് മറന്നു കളയുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുമാറ് ആ വചനത്തെ ഹൃദയത്തിൽ നിറച്ച് ആ വചനത്തിൽ വിറയ്ക്കാൻ എൻ്റെ കൂടപ്പിറപ്പേ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ നോക്കും. മറ്റൊന്നും വേണ്ട, വചനത്തിൽ വിറയ്ക്കാനുള്ള ഒരു മനസ്സ്. നാം ചെയ്യുന്നതല്ല അത്, വചനം നിറയുമ്പോൾ സംഭവിക്കുന്നതാണ്. വചനം ശ്രവിച്ച് വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ സംഭവിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. വീണ്ടും എസ്രാശാസ്ത്രികളുടെ ഒരു വരി കൂടെ ഞാൻ ചേർത്തോട്ടെ. ഇസ്രായേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം ഞാൻ വായിക്കട്ടെ. ഇസ്രായേലിൽ ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരെല്ലാം അവന്റെ അടുക്കൽ വന്നുകൂടി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇസ്രായേലിലെ ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരുണ്ട്. ഇസ്രായേലിന്റെ കാലത്ത് എസ്രാ വലിയ മനോഭാരത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ഒരു സമയമാണ്. ദൈവജനത്തിന് വഴിതെറ്റുന്നു, അന്യ ജനതയുമായി അവർ ഇടകലരുന്നു, അശുദ്ധിയിലേക്ക് അവർ വഴി തെറ്റിപ്പോകുന്നു. എസ്രാശാസ്ത്രികൾ ഭാരപ്പെടാൻ തുടങ്ങി. തന്റെ വസ്ത്രം കീറി, താടിരോമങ്ങൾ പറിച്ച്, തലമുടി പറിച്ച് തന്റെ സങ്കടം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനത്തിൽ വിറയ്ക്കുന്ന ഒരു കൂട്ടം ദൈവജനത അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ പറഞ്ഞത്, വചനത്തിൽ വിറയ്ക്കുന്നവരെ കർത്താവ് കൺസിഡർ ചെയ്യുന്നുണ്ട്.
വചനത്തിൽ വിറയ്ക്കുന്നവരെ കർത്തൃപരിഗണയിൽ അത് വളരെ പ്രധാനമാണ്. എന്നെ കേൾക്കുന്നത് ഈ പൈതലെ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ആരിലേക്കാണ് കർത്താവിൻ്റെ നോട്ടം വരുന്നത്? ആരിലേക്കാണ് കർത്താവിൻ്റെ കടാക്ഷം വരുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ കടാക്ഷിച്ച് വസിക്കുന്നത് ആരിലാണ്? കർത്താവിന് സ്തോത്രം. ഒന്ന്, അരിഷ്ടരും മനസ്സ് തകർന്നവരുമായി വരും. രണ്ട്, കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്നവർ. ദൈവജനമേ, നിനക്കത് ഹൃദയത്തിൽ ധ്യാനിക്കാമോ? ജീവിതത്തിൽ അതിനൊരു പ്രായോഗികത വരുത്താമോ? കർത്താവ് നമ്മെ സഹായിക്കും. അവൻ്റെ നോട്ടം നമ്മിലുണ്ടാകും. അവൻ്റെ കരുണാർദ്രമായ നോട്ടം നമ്മിലുണ്ടാകും. അത് ലോകത്തിൻ്റെ ചില ചപല മോഹങ്ങളല്ല അതിൻ്റെ പുറകിലുള്ളത്. പിന്നെയോ ഒരു വലിയ കർത്തൃകൃപയാണ് വ്യാപരിക്കുന്നത്. കേട്ട തിരുവചനത്താൽ സ്വർഗത്തിലെ വലിയ കർത്താവ് നമ്മെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ.